ഇക്കൊല്ലത്തെ ഓണം റിലീസിൽ ആരാണ് വിന്നർ എന്ന ചോദ്യത്തിന് ഇന്നത്തോടെ തീരുമാനമാകാനാണ് ചാൻസ്. ഒരു വശത്ത് പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ എന്ന ബിഗ് ബഡ്ജറ്റ് മാസ് ആക്ഷൻ ചിത്രം, മറുവശത്ത് തികച്ചും ലളിതവും റിയലിസ്റ്റിക്കുമായ ഒരു പ്രണയകഥയുമായി ഗിരീഷ് ഏടിയും. ഇതിനെയാണ് കൗണ്ടർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. വലിയ ആക്ഷൻ ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് കൈയടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു പകരമായി തികച്ചും വിപരീതമായി പ്രണയവും കോമഡിയും നിറഞ്ഞ സ്ലൈസ് ഓഫ് ലൈഫ് സിനിമകൾ അവതരിപ്പിച്ച് കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന തന്ത്രമാണ്. ഖലീഫ ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് 5.35 കോടി രൂപയും ആഗോളതലത്തിൽ 12.20 കോടി രൂപയും നേടി വലിയ തുടക്കം കുറിച്ചെങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച ബത്ലഹേം കുടുംബ യൂണിറ്റ് ആദ്യ ദിനം 4.70 കോടി രൂപ നേടുകയും 58% തിയേറ്റർ ഓക്യുപ്പൻസി രേഖപ്പെടുത്തുകയും ചെയ്തു. ഓണം വിന്നർ ആരാണെന്ന് ഇനി പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിലീസായ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. അനാലിസിസ് ആയതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക. വെൽക്കം ടു സിനിമോസഫി. ബത്ലഹേമിന്റെ വിജയത്തിനു പിന്നിൽ പ്രധാന പങ്കുവഹിച്ചത് സിനിമയുടെ നിർമ്മാണ പങ്കാളിയായ ഭാവന സ്റ്റുഡിയോസ് ആണ്. ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഈ കൂട്ടുകെട്ട് റിയലിസ്റ്റിക് ആയതും പ്രാദേശിക സംസ്കാരത്തിൽ ഊന്നിയതുമായ കഥകൾക്കാണ് പ്രാധാന്യം നൽകാറുള്ളത്. വെറും നിർമ്മാതാക്കളായല്ല ദിലീഷ് പോത്തനടക്കമുള്ളവർ അവർ നിർമ്മിക്കുന്ന സിനിമകളോടൊപ്പം നിൽക്കാറുള്ളത്. ക്രിയേറ്റീവ് മെന്റർമാരായും ഇവർ സംവിധായകർക്ക് വലിയ പിന്തുണ നൽകാറുണ്ട്. മുൻപ് ഗിരീഷിന്റെ പ്രേമലുവിന്റെ ഷൂട്ടിംഗ് സമയത്ത് നായകന്റെ ആദ്യത്തെ പ്രപ്പോസൽ റിജക്ഷൻ ഡയലോഗിലൂടെ പറയാനായിരുന്നു ഗിരീഷിന്റെ പ്ലാൻ. എന്നാൽ അങ്ങനെ പോരെന്നും അത് സ്ക്രീനിൽ കാണിക്കണമെന്നും പറഞ്ഞത് ദിലീഷ് പോത്തനായിരുന്നു. പ്രേക്ഷകർക്ക് നായകനോട് കൂടുതൽ സഹതാപവും അടുപ്പവും ഉണ്ടാകാൻ ഈ സജഷൻ സഹായിക്കുകയും ചെയ്തിരുന്നു. ബത്ലഹേം കുടുംബ യൂണിറ്റിലും ഭാവന സ്റ്റുഡിയോസിന്റെ ഈ ക്രിയേറ്റീവ് മേൽനോട്ടം ഉണ്ടായിരുന്നു. ഗിരീഷ് ഏടിയുടെ സിനിമകളുടെ ഏറ്റവും വലിയ സവിശേഷത അവയുടെ ലോക്കലായുള്ള വേരുകളാണ്. നഗര കേന്ദ്രീകൃതമായ കഥാപരിസരങ്ങളിൽ നിന്ന് മാറി ചാലക്കുടി, അങ്കമാലി, കരിക്കുറ്റി തുടങ്ങിയ അർദ്ധഗ്രാമീണ അല്ലെങ്കിൽ ഗ്രാമീണ പശ്ചാത്തലങ്ങളിലാണ് അദ്ദേഹം തന്റെ കഥകൾ പറയാൻ ഇഷ്ടപ്പെടുന്നത്. ബത്ലഹേം കുടുംബ യൂണിറ്റ് പൂർണ്ണമായും നടക്കുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്തുള്ള കരിക്കുറ്റി എന്ന ഗ്രാമപ്രദേശത്തെ ഒരു കത്തോലിക്ക ഇടവകയിലാണ്. കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനിടയിൽ വളരെ സജീവമായ ഒരു സംവിധാനമാണ് കുടുംബ യൂണിറ്റ്. പള്ളിയുടെ കീഴിലുള്ള വിവിധ കുടുംബങ്ങളെ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് പ്രതിമാസ പ്രാർത്ഥനാ യോഗങ്ങളും മറ്റു സോഷ്യൽ ഗ്യാതറിംഗും സംഘടിപ്പിക്കുന്ന സംവിധാനമാണിത്. സിനിമയിൽ ഈ പശ്ചാത്തലം വെറുമൊരു തമാശയല്ല, മറിച്ച് കഥയുടെ ഗതിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. ഇടവകയുമായി ബന്ധപ്പെട്ട പൂക്കള മത്സരം, വടംവലി മത്സരങ്ങൾ, ഒത്തുചേരൽ എന്നിവയിലൂടെ തികച്ചും സ്വാഭാവികമായ ഒരു ഗ്രാമീണ അന്തരീക്ഷം നിർമ്മിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഗിരീഷ് ഏടിയും കിരൺ ജോസിയും ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മെപ്പോലെ തികച്ചും സാധാരണക്കാരാണ്. കരിക്കുറ്റിയിലെ കാര്യക്കാരനും നാട്ടുകാരുടെ പ്രിയങ്കരനുമായ 38-കാരനായ ഒരു ക്രോണിക് ബാച്ചിലറാണ് നിവിൻ പോളി അവതരിപ്പിച്ച ജസ്റ്റിൻ ഡേവിഡ്. കാറ്ററിംഗ് സർവീസ് നടത്തുകയും അനിയന്റെ ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുകയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു തനി നാട്ടിൻ പുറത്തുകാരൻ. കുട്ടിക്കാലത്ത് തന്റെ അച്ഛൻ ഡേവിഡിന്റെ വലിയ കാസറ്റ് കളക്ഷൻ ഡിജിറ്റലൈസ് ചെയ്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകിയതിലൂടെ ജസ്റ്റിന് നാട്ടുകാർ ചാർത്തിക്കൊടുത്ത പേരാണ് MP3 കിങ്. ജസ്റ്റിൻ എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുമ്പോഴും ഉള്ളിൽ ഒരു വലിയ ഏകാന്തതയും മുൻകാല പ്രണയനഷ്ടത്തിന്റെ സങ്കടങ്ങളും പേറുന്ന വ്യക്തിയാണ്. നിവിൻ പോളിയുടെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ജസ്റ്റിൻ. തന്റെ കരിയറിലെ വലിയ പരീക്ഷണങ്ങൾക്കും പരാജയങ്ങൾക്കും ശേഷം നിവിൻ തന്റെ സ്വതസിദ്ധമായ റൊമാന്റിക് കോമഡി മേഖലയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് ജസ്റ്റിനിലൂടെ. വളരെ സ്വാഭാവികവും ശാന്തവുമായ അഭിനയരീതിയാണ് നിവിൻ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. നിവിൻ സ്ക്രീനിൽ സന്തോഷിക്കുന്നത് പ്രേക്ഷകരിൽ സന്തോഷവും അദ്ദേഹം സങ്കടപ്പെടുന്നത് പ്രേക്ഷകരിൽ സങ്കടവും ഉണ്ടാക്കുന്നുണ്ട്. മുണ്ടക്കയത്തെ സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് വീട് വിറ്റ് കരിക്കുറ്റിയിലേക്ക് കുടിയേറേണ്ടി വന്ന കുടുംബത്തിലെ കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയാണ് മമിത ബൈജു അവതരിപ്പിച്ച ആഷ്ലി. സ്വന്തം നാടും സുഹൃത്തുക്കളും മ്യൂസിക് ബാൻഡുമെല്ലാം ഉപേക്ഷിച്ച് വന്നതിന്റെ കനത്ത സങ്കടം ഉള്ളിലൊതുക്കിയാണ് അവൾ കരിക്കുറ്റിയിൽ ജീവിക്കുന്നത്. എന്നാൽ അയൽപ്പക്കത്തെ ജസ്റ്റിനെ പരിചയപ്പെടുന്നതിലൂടെ അവൾക്ക് ജീവിതത്തിൽ പുതിയൊരു പ്രതീക്ഷ ലഭിക്കുന്നു. മമിത ബൈജുവിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പക്വതയാർന്ന കഥാപാത്രമാണ് ആഷ്ലി. ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ജസ്റ്റിന്റെ അനുജനും ഷോർട്ട് ഫിലിം സംവിധായകനുമായ ജോയലായി സംഗീത് പ്രതാപ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അണ്ണനും തമ്പിയും തമ്മിലുള്ള കെമിസ്ട്രിയും അതിലെ കോമഡികളും മികച്ചതായിരുന്നു. നാട്ടിലെ കാസിനോവയാകാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന ഗ്ലിക്സനായി റോഷൻ ഷാനവാസ് സിനിമയിൽ നിറഞ്ഞാടി. രണ്ടാം പകുതിയിലെ ശ്യാമോഹന്റെ ഹരി എന്ന കഥാപാത്രത്തിന്റെ എൻട്രി തിയേറ്ററുകളിൽ വലിയ ഓളമാണ് സൃഷ്ടിച്ചത്. ആഷ്ലിയുടെ അമ്മാവനായി എത്തി കുടുംബകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്ന കുശുംബനായ അലക്സ് ചേട്ടനെ വിനയ് ഫോർട്ട് മനോഹരമായി അവതരിപ്പിച്ചു.
ഇന്ത്യൻ സിനിമയിൽ പ്രായവ്യത്യാസമുള്ള പ്രണയങ്ങൾ മിക്കപ്പോഴും അവതരിപ്പിക്കാറുള്ളത് പുരുഷന്മാരുടെ ലൈംഗിക ഫാന്റസികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ ഗ്രൂമിംഗ് പോലുള്ള തെറ്റായ പ്രവണതകളെ മഹത്വവൽക്കരിച്ചുകൊണ്ടോ ആണ്. എന്നാൽ ഗിരീഷ് ഷെഡിയും കിരൺ ജോസിയും ഈ വിഷയത്തെ വളരെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജസ്റ്റിൻ ഒരിക്കലും ആഷ്ലിയെ വളക്കാൻ ശ്രമിക്കുന്നില്ല. അവൻ തന്റെ ജീവിതവുമായി ജീവിച്ചു പോകുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അവിചാരിതമായി ആഷ്ലിക്ക് അവനോട് തോന്നുന്ന ആകർഷണമാണ് പ്രണയമായി മാറുന്നത്. നാട്ടിലെ മെച്യൂരിറ്റി ഇല്ലാത്ത ചെറുപ്പക്കാരിൽ നിന്നും അനാവശ്യമായി അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബന്ധുക്കളിൽ നിന്നും വ്യത്യസ്തമായി ജസ്റ്റിൻ തന്റെ വികാരങ്ങളെയും ഇഷ്ടങ്ങളെയും മനസ്സിലാക്കുന്നു എന്ന തിരിച്ചറിവാണ് ആഷ്ലിയെ അവനിലേക്ക് അടുപ്പിക്കുന്നത്. പ്രണയത്തിന്റെ ഓരോ ഘട്ടത്തിലും ആഷ്ലിയുടെ ഏജൻസിക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. അവളാണ് പ്രണയത്തിന് തുടക്കമിടുന്നത്. അവളാണ് കൂടിക്കാഴ്ചകൾക്ക് മുൻകൈയെടുക്കുന്നത്. കാറിലെ ആ മനോഹരമായ രംഗത്തിൽ അവളാണ് ജസ്റ്റിനോട് തന്റെ പ്രണയം തുറന്നു പറയുന്നത്. ചിത്രത്തിന്റെ വൈകാരികതയെയും റിയലിസത്തെയും പൂർണ്ണതയിലെത്തിക്കാൻ വിഷ്ണു വിജയുടെ മ്യൂസിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. അൺറിലീസ്ഡ് മലയാള ചിത്രമായ അന്നയിലെ യവന കഥയിൽ എന്ന മനോഹര ഗാനം ജസ്റ്റിൻ പ്ലേ ചെയ്യുന്നതും ആ ഗാനം പിന്നീട് അവരുടെ പ്രണയ നിമിഷങ്ങളിൽ കടന്നു വരുന്നതും നല്ല രസമുണ്ടായിരുന്നു. കൂടാതെ വിഷ്ണു വിജയ് ഈ ചിത്രത്തിനായി ഒരുക്കിയ ഗാനങ്ങളും ശ്രദ്ധേയമാണ്. ഗിരീഷ് സിനിമകളിൽ പതിവ് പോലെ വരാറുള്ള നിരവധി പോപ്പ് കൾച്ചർ റെഫറൻസുകൾ ഈ സിനിമയിലുമുണ്ട്. ജോയലിന്റെ ഷോർട്ട് ഫിലിം ഷൂട്ടിങ്ങിനിടയിൽ ഹീറോ എന്ന സിനിമയിലെ ട്രോളുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അയ്യപ്പ കേട്ടപ്പോഴേ ചാർജായി എന്നീ ഡയലോഗുകൾ തിയേറ്ററിൽ വർക്കായ റെഫറൻസ് ആയിരുന്നു. രണ്ടാം പകുതിയിലെ കാന്താര സിനിമയുടെയും നേരറിയൻ CBI സിനിമയുടെയും റെഫറൻസുകൾ ഉപയോഗിച്ചുള്ള കോമഡി സീനുകൾ തിയേറ്ററുകളിൽ വൻ ചിരിയാണ് ഉണർത്തിയത്. മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുമ്പോഴും ബത്ലഹേം കുടുംബ യൂണിറ്റ് ചില ചെറിയ പോരായ്മകളിൽ നിന്ന് പൂർണ്ണമായി മുക്തമല്ല. സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റ് കഥാപാത്രങ്ങളെയും ഗ്രാമീണ പശ്ചാത്തലത്തെയും പരിചയപ്പെടുത്താൻ വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. ഇത് സാധാരണ ഗിരീഷ് സിനിമകളുടെ വേഗതയുമായി പൊരുത്തപ്പെടാൻ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ പ്രണയം പുറത്താകുന്നതോടെ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്കിടയിൽ അനിയനായ ജോയലിന്റെയും കൂട്ടുകാരുടെയും ചില ഉപകഥകൾ വന്നതും സിനിമയുടെ വേഗത കുറക്കുന്നുണ്ട്. കൂടാതെ ക്ലൈമാക്സിൽ വർഷങ്ങൾക്ക് ശേഷം നായിക തിരിച്ചെത്തുമ്പോൾ കുടുംബത്തിന്റെ വലിയ എതിർപ്പുകളെല്ലാം വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നതും എല്ലാം ശുഭമായി അവസാനിക്കുന്നതും ചെറിയ രീതിയിൽ നാടകീയത തോന്നിപ്പിച്ചു. മുൻപ് കാണിച്ച ശക്തമായ എതിർപ്പുകൾ ഇത്രയും പെട്ടെന്ന് എങ്ങനെ കെട്ടടങ്ങി എന്നതിന് വ്യക്തമായ വിശദീകരണം സിനിമയിൽ ലഭിക്കുന്നില്ല. ഈ ചെറിയ കുറവുകളെല്ലാം മാറ്റി നിർത്തിയാൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് അടുത്തിടെ വന്ന മികച്ച സിനിമകളിൽ ഒന്നു തന്നെയാണ്. വെറുമൊരു മസാല പ്രണയ ചിത്രം എന്നതിനപ്പുറം നിൽക്കുന്നതാണ് ഈ സിനിമ. വലിയ താരപ്പകിട്ടുകളുടെയും അമാനുഷിക ആക്ഷൻ രംഗങ്ങളുടെയും പുറകെ പോകാതെ തികച്ചും റിയലിസ്റ്റിക് ആയ ജീവിതകഥകൾ കൊണ്ട് ഒരു മികച്ച സിനിമ ഒരുക്കാൻ കഴിയുമെന്ന് ഗിരീഷ് ഷെഡിയും ഭാവന സ്റ്റുഡിയോസും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.